ഏയ് വേണ്ട വിശാൽ, ഞാൻ എടുത്തോളാം. സാരമില്ല സാർ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. വയറ് നിറച്ച് കഴിക്കും സാർ. അല്ല, വിശാലും കൂടി പറയായിരുന്നു. ഇപ്പം വേണ്ട, ഇനി സമയമുണ്ടല്ലോ. സാറ് കഴിക്കേ. എടോ വിശാൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കു സാർ. താനൊരു ജേർണലിസ്റ്റാ, വലിയ വലിയ റൈറ്റേഴ്സൊക്കെ ആയിട്ട് ഇടപെടുന്നതാണ്. ഈ എഞ്ചിനീയർ പ്രസാദിനോട് ഇത്ര അടുപ്പം തോന്നാൻ എന്താണോ കാരണം? ചുരുക്കി പറയട്ടെ, ഹീറോ വർഷിപ്പ്. അതെ സർ, എൻ്റെ മനസ്സിൽ സാറിനൊരു ഹീറോയുടെ ഇമേജാണുള്ളത്. ഒരിക്കലും ഒരാളിൻ്റെ മുമ്പിലും മെരുങ്ങാത്ത ഒരു പെൺകുതിരയെ മെരുക്കിയെടുത്ത ഒരു ജോക്കിയുടെ ഇമേജ്. പെൺകുതിരയോ? ആരുടെ കാര്യത്താണ് ഈ പറയുന്നത്? ഓ, ഒന്നും അറിയാത്ത പോലെ. സത്യമാണ് സർ, യമുന കീഴടങ്ങിയത് സാറിന്റെ മുമ്പിൽ മാത്രമാ. ആ, അത് പുരുഷവർഗത്തിന്റെ മുഴുവൻ നേട്ടമായി ഞാൻ കാണുന്നു. സോ യു ആർ മൈ ഹീറോ. എന്നാ ഇനി ഞാനൊരു സത്യം പറയട്ടെ. യമുനയുടെ ആ റഫ് നേച്ചർ തന്നെയാ എന്നെ ആകർഷിച്ചത്. ആ ഔട്ട്സ്പോക്കൺ നേച്ചർ ഉള്ളിലും തോന്നിയാൽ അത് വെട്ടി തുറന്ന് പറയാവുള്ളൂ. പതുങ്ങിയിരുന്ന് സൗമ്യമായി പെരുമാറി ചതിക്കുന്നതിലും നല്ലതല്ലേ സർ അത്? 100%. പരസ്പരം പൊരുത്തമില്ലാത്ത ഇണകൾ ഒരേ ബെഡ്റൂമിൽ ഒന്നിച്ചു കഴിയാൻ വിധിക്കപ്പെടുക, പുറമേ ഞങ്ങൾ സന്തുഷ്ട ദമ്പതികൾ എന്ന് അഭിനയിക്കുക. എന്തൊരു ദുരിതമാണ് സർ. മരണത്തേക്കാൾ കഷ്ടം. ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്, ശരീരം ആഗ്രഹിക്കുന്നത് നമ്മൾ നേടിയെടുക്കാൻ മടിക്കരുതെന്നാ. ചിലപ്പോ ആഗ്രഹം സമൂഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. പോയി പണി നോക്കാൻ പറയണം സമൂഹത്തിനോട്. അയ്യോ, നേരെ കുറെ ഞാൻ സാറിനെ കത്തിവെക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഇരിക്കുന്നില്ല. അല്ല, പോയിട്ട് തിരക്കുണ്ടോ? എനിക്കെന്തോന്ന് തിരക്ക്? ഉള്ള പണി കളഞ്ഞു. ഇനി അടുത്തൊന്ന് കിട്ടുവോളം ഈ കറക്കം തന്നെ. എന്നാ പിന്നെ തനിക്കിവിടെ എൻ്റെ കൂടെ നിന്നൂടെ? ഓക്കെ സർ, അസിലേക്ക്. ലോഡ്ജ് വാടകയെ പറ്റി ചിന്തിക്കാതെ ഫ്രീ ഫുഡും കഴിച്ച് കുറച്ചു ദിവസം ഇവിടെ കൂടാം. എങ്ങനെ നോക്കിയാലും ലാഭം. വിശാൽ എന്താ ആലോചിക്കുന്നത്? ഏയ്, നത്തിങ് സർ. ഫാക്സ് മെസ്സേജ് കിട്ടുമ്പോൾ ഇത്രയും ഞാൻ കരുതിയില്ല. പ്രസാദിന്റെ മിസ്സിംഗ് നിങ്ങൾ കുറെ കൂടി നേരത്തെ എന്നെ അറിയിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പലവട്ടം ആലോചിച്ചാണ് സർ. ചിലപ്പോൾ ഉടനെ തിരിച്ചു വന്നാലോ എന്ന് കരുതി. ഈസ് ഇറ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സം ഫാമിലി പ്രോബ്ലംസ്? There are possibilities, sir. ഐ സി. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും നന്നായി ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളിൽ ഒന്നാണിത്. ഇതിന്റെ വളർച്ചയ്ക്ക് പ്രസാദിനെ പോലുള്ളവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ശരിയാണ് സർ. പക്ഷേ പ്രസാദിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. അൺഡിസൈറബിൾ ചേഞ്ചസ്. കേട്ടാൽ സാറിന് വിശ്വാസം വരില്ല. കഴിഞ്ഞ 2-3 മാസത്തെ ഫയലുകളൊന്ന് പരിശോധിച്ച് നോക്കൂ സർ. അമ്പരന്ന് പോകും. കണക്കുകളുടെ സ്ഥിതി അതാണ്. ഈ ഫാമിലി പ്രോബ്ലംസ് എന്ന് പറഞ്ഞില്ലേ സർ, ആ പ്രോബ്ലംസിന് കാരണക്കാരൻ പ്രസാദ് തന്നെയാണ്. ഇലിസിറ്റ് കോണ്ടാക്ട്സ് വിത്ത് ഗേൾസ്. ആണോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പലപ്പോഴും ലേഡീസിനെ പ്രസാദിന്റെ ക്യാബിനിൽ കാണുമ്പോൾ വിശ്വസിച്ച് പോകില്ലേ. ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത കസ്റ്റമേഴ്സ് പോലും പുറത്ത് കാത്തു നിൽക്കാൻ പതിവ്. ചിലപ്പോ കസ്റ്റമേഴ്സിനെ മൈൻഡ് ചെയ്യാതെ ഈ സോ കോൾഡ് ലേഡീസുമായി പ്രസാദ് പുറത്തു പോകുന്നത് കാണാം. വാട്ട് എ ഷെയിം. കേട്ടത് ഇത്രയും വെച്ച് നോക്കുമ്പോൾ സ്ഥിതി സീരിയസ് ആണെന്ന് തോന്നുന്നു, ഇല്ലേ സർ? യെസ് യെസ്. ഇതൊക്കെ കമ്പനിയുടെ ഗുഡ്വില്ലിനെയാണ് ബാധിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കും. ഒരു കാര്യം ഉറപ്പാ, കമ്പനിയാണ് പ്രധാനം, ഉദ്യോഗസ്ഥരല്ല. രാമോഹൻ സർ, ഒരുപാട് ലാഭമുണ്ടാക്കണമെന്നൊന്നും കമ്പനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നഷ്ടം അത് സഹിക്കാനേ സാധ്യമല്ല. കീപ് ഇറ്റ് ഓൾവേസ് ഇൻ യുവർ മൈൻഡ്. പ്രസാദിന്റെ ആബ്സെൻസ് കമ്പനിക്ക് ഫീൽ ചെയ്യാനേ പാടില്ല. ദാറ്റ്സ് വൈ യു ആർ ഹിയർ. ഓക്കേ?
ആ പ്രസാദേട്ടന്റെ വിവരം വല്ലതും? ഇതേ ചോദ്യം യമുനയോട് ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഞാനും. ഒരു ഉറ്റ സുഹൃത്തിന്റെ ഗതികേടെ. എല്ലാം സാറിനോട് തുറന്നു പറയാറില്ലേ പ്രസാദേട്ടൻ? പറയാറുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ. പക്ഷെ ആ പതിവൊക്കെ പ്രസാദ് തന്നെ മാറ്റി എഴുതിയല്ലോ. തമ്മിൽ കാണുന്നത് തന്നെ അപൂർവമായി. എന്തുപറ്റി അങ്ങനെ ഒരു അകൽച്ചയ്ക്ക്? മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആകെയുള്ളൊരു ഫ്രണ്ടിനെ വേണ്ടെന്ന് വെക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവാം. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ലെന്ന് മാത്രം. ചിലർ വിവാഹം കഴിയുന്നൂടെ സുഹൃത്തുക്കളെ മറക്കുകയോ അകറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാറുണ്ട്. സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ പ്രസാദിന്റെ കാര്യത്തിൽ അതിന് സാധ്യതയുണ്ടോ? സുമിത്രയോട് അങ്ങനെ ഒരു ഇന്റിമസി ഉണ്ടോ പ്രസാദിന്? ഒരു ഫ്രണ്ടായി സുമിത്രയെ കാണുന്നുണ്ടോ പ്രസാദ്? ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് സംഭവിക്കുമായിരുന്നു. യമുന എന്താ ഒന്നും മിണ്ടാത്തെ? സുമിത്രയും പ്രസാദും തമ്മിൽ സീരിയസ് ആയ എന്തെങ്കിലും വാക്ക് തർക്കമോ മറ്റോ ഉണ്ടായോ? സുമിത്രയോട് ഞാൻ ചോദിച്ചില്ല. എങ്ങനെ ഞാൻ ചോദിക്കുക? അരുത്, സുമിത്രേച്ചോടൊന്നും ഇപ്പൊ ചോദിക്കണ്ട. ചേച്ചിക്ക് ഇതിലൊരു പങ്കുമില്ല. ഞാൻ കാരണം. യമുന കാരണം? അതെങ്ങനെയാ പ്രസാദ് വീട് വിട്ടതിന് യമുന കാരണമാവുന്നേ? ഒന്നുമില്ല. നോ, യമുനയ്ക്ക് എന്തൊക്കെയോ അറിയാം. പറയൂ, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? യമുനയും പ്രസാദുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെന്താ യമുന അങ്ങനെ പറഞ്ഞത് താൻ കാരണമാണെന്ന്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പ്രസാദിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ. എന്താ അങ്ങനെ? കോളേജിൽ വെച്ച് ഞാനിന്ന് യമുനയെ കണ്ടിരുന്നു. യമുന എന്നെ ഇങ്ങോട്ടൊന്ന് കാണുകയായിരുന്നു പ്രസാദിന്റെ വിവരം അന്വേഷിച്ച്. എല്ലാരെയും പോലെ യമുനയും വളരെ ആങ്ഷ്യസ് ആണ് ഇക്കാര്യത്തിൽ. പക്ഷേ യമുനയുടെ സംസാരം കേട്ടപ്പോൾ എവിടെയോ എന്തോ ഒരു താളപ്പിഴ പോലെ എനിക്ക് തോന്നി. താളപ്പിഴയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിയുടെ ഭർത്താവിനെ കാണാതാവുന്നതിൽ അനിയത്തിക്ക് ദുഃഖവും ഉത്കണ്ഠയൊക്കെ തോന്നാം, സ്വാഭാവികം. പക്ഷെ ആ ദുഃഖത്തിനും ഉത്കണ്ഠയ്ക്കും ഒരു പരിധിയുണ്ട്. യമുനയുടെ ആങ്സൈറ്റി ആ പരിധി കടന്നതായിട്ട് എനിക്ക് തോന്നി. സുമിത്രയേക്കാൾ ദുഃഖിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യേണ്ട കാര്യം യമുനയ്ക്കുണ്ടോ? ഇല്ല. ദെൻ വൈ? വിശേഷിച്ചും സുമിത്രയും പ്രസാദും തമ്മിൽ മാനസികമായ അകൽച്ചയുള്ള ഈ സന്ദർഭത്തിൽ. ദേവേട്ടൻ പറഞ്ഞു വരുന്നത് യമുനയും പ്രസാദേട്ടനുമായി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന എൻ്റെ പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥനകളെല്ലാം ഫലിക്കാറില്ലല്ലോ. ഒരുപക്ഷെ സത്യം മറിച്ചാണെങ്കിലോ? ഒരിക്കലുമില്ല. യമുന അങ്ങനെ ഒരു ക്രൂരതയ്ക്ക് ഒരുങ്ങോ ദേവേട്ട? സ്വന്തം ചേച്ചിയുടെ ജീവിതം അനിയത്തി എന്നെ ഇല്ലാതാക്കാൻ നോക്കോ? ഇല്ല എന്ന് മറുപടി പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ യമുനയുടെ സംസാരത്തിൽ നിന്നും സംസാരത്തിൻ്റെ ടോണിൽ നിന്നും എനിക്കെന്തോ സംശയം തോന്നുന്നു. യമുന എന്താ പറഞ്ഞത്? സംസാരത്തിനിടയിൽ അറിയാതെ വായിൽ നിന്ന് വീണുപോയതാ. പ്രസാദ് പിണങ്ങി വീട് വിട്ടു പോകാൻ കാരണം അവളാണ്. യമുന അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പക്ഷേ എത്ര ആവർത്തിച്ച് ചോദിച്ചിട്ടും പിന്നീടൊന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. എന്താ അവൾ പറഞ്ഞതിന്റെ അർത്ഥം? ആലോചിക്കാൻ കൂടി എനിക്ക് പേടിയാവുന്നു ശമേ. യമുന അങ്ങനെ ദേവേട്ടനോട് തുറന്നു പറയണമെങ്കിൽ അത് അവളുടെ മനസ്സിൽ ഒതുക്കാൻ പറ്റാത്തോണ്ടാവില്ലേ? കുറ്റബോധം കൊണ്ട്. അപ്പൊ കുറ്റം ചെയ്തു നമുക്ക് തോന്നുന്നു. കുറ്റമെന്ന് വെച്ചാൽ ഈശ്വര, എന്തൊക്കെയായി സംഭവിക്കുന്നേ? പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു തരംതാണ മനുഷ്യനാണോ? അപ്പോ ഇതുവരെ കാണിച്ച മാന്യതയൊക്കെ പാവം സുമിത്ര അനിയത്തിയും ഭർത്താവും ചെന്ന് ചതിക്കായിരുന്നില്ലേ? ശമേ, പെട്ടെന്ന് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എടുത്ത് ചാടണ്ട. ചിലപ്പോ നമ്മൾ ഈ ചിന്തിച്ചതൊന്നും അല്ല സത്യമെങ്കിലോ? യമുന ഉദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും ആണെങ്കിലോ? എനിക്കൊന്നും അറിയില്ല. പക്ഷേ നല്ല അല്ലാത്ത എന്തോ യമുനയുടെ വാക്കുകളിലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ദേവേട്ട.
സർ ഉം. താനെന്താ അത്ര വൈകിയത്? ഇത് സാറിന് ബോറടിച്ചോ? തനിച്ചല്ലേ, ബോറാവാതിരിക്കുവോ? താൻ എവിടെയായിരുന്നു? അപ്രതീക്ഷിതമായ ഒരാളെ കണ്ടു. കഥയിലെ നായികയെ. എന്ന് വെച്ചാ? കഥയിലെ നായിക ആരാണെന്ന് അറിഞ്ഞൂടെ? ഓ, താനും തുടങ്ങിയോ ഈ നശിച്ച സാഹിത്യ ഭാഷ? സാറേ, ഞാൻ യമുനയെ കണ്ടുന്ന്. ഏ? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? എന്നിട്ട് യമുന എന്ത് പറഞ്ഞു? എന്റെ അമ്മേ, ഇങ്ങനെ തൃശ്ശൂർ പൂരം കൂട്ടപ്പറിച്ചിന് മാതിരി സർവ്വ ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്കാൻ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും സർ? ഗിവ് മി സം ടൈം. സാറിന്റെ ആകാംക്ഷ എനിക്കറിയാം. ഈ ആകാംക്ഷ അർത്ഥമുള്ള ആകാംക്ഷയാണ് സർ. ഞാനത് നേരിട്ട് അറിഞ്ഞിട്ടാ വരുന്നത്. ആ വീട്ടിൽ നിന്നുള്ള ആ ഇറങ്ങിപ്പോക്കിനും ഈ ഹോട്ടൽ വാസത്തിനും ഏകാന്തതയ്ക്കുമെല്ലാം സാർ ഉദ്ദേശിച്ചതിനേക്കാൾ എഫക്റ്റ് ഉണ്ട്. യമുനയുടെ കണ്ണുകളിൽ നിന്നും മുഖഭാവങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കി. യമുനയ്ക്ക് വല്ലാത്ത ദുഃഖമുണ്ട് സർ. അന്നത്തെ വെബ്സൈറ്റിലെ സംസാരത്തിന്റെ പേരിൽ വല്ലാത്ത കുറ്റബോധത്തിലെ യമുന എപ്പോഴും. സാറിന് എന്ത് സംഭവിച്ചിരിക്കും എന്നാ ഉത്കണ്ഠ കണ്ടപ്പോ സത്യം ഒന്ന് വിളിച്ച് പറഞ്ഞാലോന്ന് പോലും എനിക്ക് തോന്നിപ്പോയി സാർ. അത്ര വീർപ്പുമുണ്ട് ആ കുട്ടി. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറ്റുമോ? ഉള്ളത് പറയട്ടെ, സാറിന്റെ ഭാര്യയുടെ മുഖത്ത് പോലും കാണില്ല ഇത്രയും ടെൻഷൻ. സാറിന് വിശ്വാസമാവുന്നില്ലല്ലേ? എങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ നേരിട്ട് കാണിച്ചുതരാം. നോ വേണ്ട, വിശാല് പറഞ്ഞ എനിക്ക് വിശ്വാസാ. നമ്മളിപ്പോ ഒന്നിച്ചാണെന്നോ ഈ വിഷയം 24 മണിക്കൂറും ചർച്ചയാണെന്നോ ഒന്നും ഞാൻ യമുനയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. യമുന കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ഈ ഹോട്ടലിൽ 17-ാം നമ്പർ മുറിയിലുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നന്നായി. പക്ഷേ അടുത്ത തവണ കണ്ടാ, ആ മുഖത്തെ വിഷാദം കണ്ടാ ചിലപ്പോ ഞാനങ്ങ് പറഞ്ഞു പോകും സാർ. ഏയ് നോ നോ വിശാൽ. ക്രൂരതയാണ് സാർ, സാഡിസം. നമ്മളെ സംശയിക്കുന്നവരെയും ഭരിക്കുന്നവരെയും അങ്ങ് അകറ്റി നിർത്തിക്കോ, ഒരു തെറ്റുമില്ല. പക്ഷെ നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്നവരെ വീണ്ടും വേദനിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്റേത്. യമുനെ എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ അത് തൽക്കാലം സാധ്യമല്ല. വേണ്ട, കാണണ്ട. പക്ഷെ ഒന്ന് ഫോൺ ചെയ്തൂടെ? ഒരൊറ്റ വാക്ക് പറഞ്ഞൂടെ വിഷമിക്കണ്ടെന്ന്? വരട്ടെ, ഇപ്പൊ വേണ്ട, പിന്നെയാവാം. ഓക്കെ, സാറിന്റെ ഇഷ്ടം. അയ്യോ, നല്ല നല്ല വിശപ്പ്. മണി 1 ഊണ് കഴിക്കണ്ടേ സർ? സാറ് വേണം. സാർ, ആ എൻ്റെ പേര് രമേശൻ. ഞാൻ പ്രസാദിന്റെ ചേട്ടനാണ്. ഓ, പ്രസാദിന്റെ വിവാഹത്തിന് കണ്ടിരുന്നു. എന്താ കാര്യം? പ്രസാദിനെ കുറിച്ച് വിവരം എന്തെങ്കിലും? അതെന്നോടാണോ ചോദിക്കുന്നത്? അനിയന്റെ ഡീറ്റെയിൽസ് ചേട്ടനേക്കാൾ അയൽക്കാർക്കാണോ അറിയാൻ പറ്റുന്നത്? അയൽക്കാരല്ലല്ലോ, കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ. അതിലും നല്ലത് കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കുന്നല്ലേ ബ്രദർ? ഇങ്ങനെ ഒരു റെസ്പോൺസ് അല്ല ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇങ്ങനെയെങ്കിലും റെസ്പോണ്ട് ചെയ്തത് ഞങ്ങളുടെ മര്യാദ കൊണ്ട്. പ്രസാദ് വരുത്തി വെച്ച ലയബിലിറ്റീസ് മുഴുവൻ ഞങ്ങളുടെ തലയിലാണ് വന്ന് വീഴാൻ പോകുന്നത്. അതറിയോ ചേട്ടന്? പ്രസാദ് എന്ത് ബാധ്യത വരുത്തി വെച്ചു എന്നാണ്? അഥവാ വരുത്തി വെച്ചാലും അതെങ്ങനെ നിങ്ങളുടെ ബാധ്യതയാവുക? ഓഫീസ് നിയമങ്ങൾ രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെയല്ലേ? അതോ ഈ ശിവ കൺസ്ട്രക്ഷൻസിന് മാത്രം സ്പെഷ്യൽ റൂൾസ് ആണോ? ഇയാളെന്താ ഞങ്ങളെ പരിഹസിക്കുക? ഇതിലും പരിഹാസമായിരുന്നു അനിയന്. ഇപ്പോ കക്ഷിയുടെ പൊസിഷൻ എന്താണെന്ന് അറിയാലോ. അബ്സ്കോണ്ടിങ്, മിസ്സിംഗ്. കുടുംബത്തിന് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? ഒരല്പം കൂടി കഴിഞ്ഞോട്ടെ, പിന്നെ ഈ ഭാഗത്തേക്കേ വരേണ്ടി വരില്ല. വളരെ സമാധാനത്തോടെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാം. ചേട്ടന് മനസ്സിലായില്ലേ? അനിയന്റെ ജോലി പോയി കിട്ടുമെന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന മാതിരി ഉണ്ടല്ലോ രണ്ടുപേരും. അത്രയ്ക്കുണ്ടോ പ്രൊഫഷണൽ ജലസി? ഞങ്ങൾക്ക് ജലസി ഉണ്ടായിട്ടൊന്നുമല്ല. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം അഡ്വാൻസ് ആയി അറിയിച്ചെന്നേ ഉള്ളൂ. അത്ര ഗംഭീരമാ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഒത്തു വന്നിട്ടുണ്ട്. എന്താ പ്രസാദിന്റെ കോണ്ടാക്ടിന് കുഴപ്പം? അത് ചേട്ടന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളോടല്ല, വേറെ ചിലരോടാ ചോദിക്കണ്ടേ. വേറെ ചിലരോ? തെളിച്ചു പറ. ഇതൊന്നും അങ്ങനെ തെളിച്ചു പറയാൻ കൊള്ളുന്ന കാര്യമല്ലെന്നേ, അതും സ്വന്തം ചേട്ടനോട്. ഒന്നു മാത്രം പറയാം,
പ്രസാദിന് ഈ പാർട്ടിയോട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അതിലെന്താ അത്ഭുതം? നല്ല തുടുതുടാന്നുള്ള പ്രായത്തില് ഒരു പൈങ്കിളി ഇങ്ങോട്ട് കയറി കൊത്താൻ വന്നാൽ അനിയനെന്നല്ല ഈ ചേട്ടനായാലും വീണുപോവില്ലേ? ഛീ, റാസ്കൽ, എന്താ പറഞ്ഞത്? മദ്യപിച്ച് ഓഫീസിൽ ഒന്ന് തോന്നിയ ദിവസം കാണിച്ചോണ്ടല്ലോ. എഞ്ചിനീയർമാരാണത്രേ. എന്ത് വിലയാടാ നിന്റെയൊക്കെ ഡിഗ്രിക്ക്? തെരുവ് പെണ്ണുങ്ങളെ പോലെ ഗോസിപ്പും പറഞ്ഞ് നടക്കുന്നു. എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്. നിന്റെയൊക്കെ രോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഈ കോംപ്ലക്സും കെട്ടിപ്പിടിച്ചിരിക്കുള്ളൂ നീയൊക്കെ. ഒരു പ്രസാദാകാൻ, ആ ബുദ്ധിപരമായ ഹൈറ്റിലെത്താൻ നീ ഒന്നും തലകുത്തിന്നാ പറ്റില്ല. പ്രസാദിനെ കാണാൻ പെണ്ണുങ്ങൾ വരുന്നു അത്ര. വരുവടാ, ആണത്തവും പേഴ്സണാലിറ്റിയും വിവരമുള്ള ആണുങ്ങളെ കാണാൻ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും. അതിന് നെഞ്ചുരുകിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നൊക്കെ തേടി ഒരു നപുംസകം പോലും വരില്ല. രമേശനാ പറയുന്നത്. ഇയാളും പ്രസാദുമായി ഉടക്കലല്ലായിരുന്നു, പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ? അതാ ഞാനും ആലോചിക്കുന്നേ. സാറേ, യു ആർ ഗ്രേറ്റ്. വന്ന് കയറിയപ്പോഴേ അപ്രിസിയേഷൻ ആണല്ലോ. എന്താ കാര്യം? കാര്യമുണ്ട് സാർ.